കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ നടക്കാവ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് ചെയ്ത അഭിജിത്ത്, ഇന്നത്തെ പ്രഭാതം നമ്മൾ കേട്ട വാർത്ത എന്നുള്ള ഡ്രൈവറെയും ഭാര്യയും കാണാനില്ല എന്നുള്ളതായിരുന്നു. അവരെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. ഇവരെ കാണാതെ എന്ന വാർത്ത വന്നതിന് പിന്നിൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇവർ മാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുരുവായൂർ വീട്ടിലുള്ളവർ ഹോട്ടൽ മുറിയിലേക്ക് മാറിയതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നേരത്തെ അന്വേഷണ സംഘം അങ്ങേയറ്റം മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും പീഡിപ്പിക്കുന്നുവെന്നൊക്കെ ആരോപണങ്ങൾ ഇവരുടെ കുടുംബാംഗങ്ങൾ ഉയർത്തിയിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, അല്പസമയം മുൻപാണ് ഗുരുവായൂരിൽ നിന്ന് നടക്കാവ് പോലീസ് രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും ഇവിടേക്ക് എത്തിച്ചത്. ഇവരെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ നടക്കാവ് സ്റ്റേഷനിൽ അല്പം നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അതിനുശേഷം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് ഇത്തരത്തിൽ ഇയാൾ ഇവിടെ നിന്ന് മാറി നിൽക്കാനിടയായ സാഹചര്യം എന്നതിനെക്കുറിച്ച് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അത് ഇവരെ ചോദ്യം ചെയ്തതിന് മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ടാവൂ. നേരത്തെ തന്നെ കുടുംബം ഒരു ആരോപണമായി ഉന്നയിച്ചത് ക്രൈംബ്രാഞ്ച് നിരന്തരം ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു മാനസിക സമ്മർദ്ദം ഈ രജിത് കുമാറിനുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കുടുംബം മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ്. നേരത്തെ 2 തവണ ഇയാളെ ക്രൈംബ്രാഞ്ച് മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. വീണ്ടും 1 തവണ കൂടി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മാനസികമായ പ്രയാസം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. 2 ദിവസം മുൻപ് ഇയാളെ വീട്ടിൽ നിന്ന് കാണാതാകുന്നു. തുടർന്ന് കോഴിക്കോട് KSRTC സ്റ്റാൻഡിന് സമീപത്തൊരു വീട്ടിൽ ഇയാൾ ഒരു റൂമെടുത്ത് ഇയാൾ താമസിക്കുന്നു. ശേഷം ഇയാൾ ഗുരുവായൂരേക്ക് ട്രെയിൻ മാർഗം പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് ഇന്ന് ഗുരുവായൂരിൽ വെച്ചാണ് ഇയാളെ ഗുരുവായൂർ പോലീസ് കണ്ടെത്തുന്നത്. ഭാര്യയോടൊപ്പമായിരുന്നു ഇയാൾ പോയത്. നടക്കാവ് പോലീസിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസ് ഒരു നോട്ടീസൊക്കെ പുറത്തിറക്കിയിരുന്നു ഇവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി. പിന്നീട് ഇന്നിപ്പോൾ ഗുരുവായൂർ പോലീസ് ഇവരെ അവിടെ നിന്ന് കണ്ടെത്തുന്നു. ശേഷം നടക്കാവ് പോലീസ് അവിടെ എത്തി ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഗുരുവായൂരേക്ക് പോകാനിടയായ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് പോലീസ് ഇന്ന് നടത്തുന്ന ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഏതായാലും അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാമി തിരോധാന ഒരു സമസ്യയായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ കേസിൽ ഈ ക്രൈംബ്രാഞ്ച് ഡ്രൈവർ രജിത്തിനെയൊക്കെ വിളിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് രജിത്തിനെയും ഭാര്യയും ഇന്ന് കാണാതായി എന്ന വാർത്ത വരുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പോലീസും അന്വേഷണ സംഘവും ഇവരെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് മാറി നിന്ന് ചോദ്യം അത് പ്രസക്തമായി തുടരും. അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് കൂടിയുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും.